ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 74-ാമത്തെ ആയത്താണ് ഞാൻ ആദ്യമായി ആമുഖമായി ഓതി കേൾപ്പിച്ചത്. അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരുടെ, ഇബാദുർ റഹ്മാൻ പരമ കാരുണ്യവാന്റെ ദാസന്മാരുടെ ചില ഗുണവിശേഷണങ്ങൾ വിവരിക്കുന്ന ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വല്ലദീന യഖൂലൂന, പരമകാരുണ്യവാന്റെ അടിമകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അഅ്യുൻ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും കൺകുളിർമയുള്ള ഒരവസ്ഥ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇമാമായി ഞങ്ങളെ നീ മാറ്റുകയും ചെയ്യണമേ എന്നതാണ് ആ ആയത്തിന്റെ ആശയം. ഇതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗം ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമയുണ്ടാകുക എന്നതാണ്. അതിൽ തന്നെ ഇന്നത്തെ ആഴ്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മക്കളിൽ കൺകുളിർമയുണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും എന്ന ഭാഗമാണ്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും സക്കരിയ നബി അലൈഹിസ്സലാമയുടെയും പ്രാർത്ഥനകൾ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ എനിക്ക് നീ സ്വാലിഹായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണം റബ്ബേ എന്നതാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു വിവേകമുള്ള ഒരു മകനെ അള്ളാഹു നൽകി. ആ മകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ഒരു പ്രാർത്ഥന മറ്റൊരു സ്ഥലത്ത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, അല്ലാഹുവേ ത്വയ്യിബായ ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണം റബ്ബേ എന്നതാണ്. ഈ രണ്ട് പ്രവാചകന്മാരുടെയും പ്രാർത്ഥനയുടെ ഒരു കാലയളവുണ്ട്. ദീർഘമായ കാലയളവാണ് മക്കൾക്ക് വേണ്ടി ഈ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ടാകുന്നത് ഏതായാലും 80 വയസ്സിന് ശേഷമാണ്. സക്കരിയ നബി അലൈഹിസ്സലാമയ്ക്ക് മകനെ നൽകുന്നത് റബ്ബി ഇന്നി വഹനൽ അളുമു മിന്നി വസ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബേ എന്റെ മുടിയെല്ലാം വെളുത്തുപോയി, എന്റെ ശരീരത്തിനെല്ലാം ബലക്ഷയം സംഭവിച്ചു. വലിയ വാർദ്ധക്യാവസ്ഥയിലാണ് സക്കരിയ നബി അലൈഹിസ്സലാമയ്ക്കും അള്ളാഹു മക്കളെ നൽകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് പരമകാരുണ്യവാന്മാരുടെ ഏറ്റവും നല്ല ദാസന്മാരുടെ ഒരു പ്രത്യേകതയായിക്കൊണ്ട് ഖുർആൻ സൂചിപ്പിക്കുന്ന പദങ്ങളിൽ കൺകുളിർമയുള്ള മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തും എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് പടച്ചവനെ കുറെ പ്രായമായി ഒരു മകനെ തരണേ അല്ലെങ്കിൽ ഒരു മകളെ തരണേ എന്നതല്ല. അള്ളാഹുവെ സ്വാലിഹായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണം റബ്ബേ എന്നതാണ്.
സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ത്വയ്യിബായ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യണം റബ്ബേ എന്നതാണ്. അപ്പോൾ 3 പദങ്ങളാണ് ഈ 3 പ്രാർത്ഥനകളിൽ പ്രധാനമായും വന്നിട്ടുള്ളത്. അതിലൊന്ന് സന്താനങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ കൺകുളിർമയുള്ള മക്കൾ എന്നതാണ്. രണ്ടാമത്തേത് സ്വാലിഹായ മക്കൾ, നല്ല മക്കൾ എന്നതാണ്. മൂന്നാമത്തേത് ത്വയ്യിബായ മക്കൾ, ഏറ്റവും നല്ല മക്കൾ എന്ന പ്രയോഗമാണ്. ഈ 3 പ്രാർത്ഥനകൾ മക്കൾ എങ്ങനെയാകണം എന്നതിനെ കുറിച്ചുള്ള വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കളാകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ ആക്കിക്കൊണ്ടുവരേണ്ടത് എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഈ 3 ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ നല്ല മക്കളാകണം, അവർ നമുക്ക് ഉപകാരപ്പെടണം, നമ്മുടെ കുടുംബത്തിന് ഉപകാരപ്പെടണം, സമൂഹത്തിന് ഉപകാരപ്പെടണം, നാടിനും രാജ്യത്തിനും ഉപകാരപ്പെടണം, നാളെ പരലോകത്ത് അവർക്കും ഉപകാരപ്പെടണം, നമുക്കും ഉപകാരപ്പെടണം എന്നാണ് നമ്മുടെ ആൺകുട്ടികളെ കുറിച്ചും പെൺകുട്ടികളെ കുറിച്ചും നമ്മളെല്ലാവരും വിചാരിക്കുന്നതും. അതാണ് നമ്മുടെ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് നിരന്തരമായി നാം കഷ്ടപ്പെടുന്നതും. നമ്മുടെ മക്കൾ നല്ലവരാകാനാണ് നാം കഷ്ടപ്പെടുന്നത്. അവർ മദ്യപിക്കരുത്, അവർ വ്യഭിചരിക്കരുത്, അവർ മോശം കാര്യങ്ങളിലേക്ക് പോകരുത്, അവർ സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഓരോ രക്ഷിതാക്കളും. അതിനെന്താണ് ചെയ്യേണ്ടത് എന്നതിന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ കൃത്യമായ മാർഗമുണ്ട്. എന്താണ് നല്ല മക്കളാകാൻ മാതാപിതാക്കൾ ചെയ്യേണ്ട ബാധ്യതകളും കടപ്പാടുകളും എന്താണ്? അതിലൊന്നാമത്തേത് ആ മക്കൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? മക്കൾക്ക് വേണ്ടി നല്ല മക്കളാകാനുള്ള പ്രവർത്തനങ്ങൾ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ആ പ്രവർത്തനം വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് ആരംഭിക്കുന്നുണ്ട്. നല്ല മക്കളുണ്ടാകണം എന്ന ആഗ്രഹം വിവാഹം കഴിക്കുന്നതിന്റെ മുൻപ് തന്നെ ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടാകണം. ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്ക് മക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകണം. അതുണ്ടാകുക എന്നതാണ് ജീവിതത്തിലെ അനുഗ്രഹം. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് മതബോധം നൽകുന്ന, എൻ്റെ മക്കൾക്ക് ധാർമ്മികമായ ശിക്ഷണം നൽകുന്ന ഒരു പെൺകുട്ടിയെയാകണം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഞാൻ തെരഞ്ഞെടുക്കേണ്ടത് എന്ന ബോധ്യം വൈവാഹിക ജീവിതം വിവാഹം ഉറപ്പിക്കുന്നതിന്റെ മുൻപ് തന്നെ ഒരു ചെറുപ്പക്കാരൻ ചിന്തിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, വിവാഹം എന്നത് പല കാര്യങ്ങളിൽ നാട്ടിൽ നടക്കാറുണ്ട്. സമ്പത്തിനു വേണ്ടി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്, തറവാടിത്തം നോക്കി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്, സൗന്ദര്യം നോക്കി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ മതബോധമുള്ളവളെ നിങ്ങൾ വിവാഹം കഴിക്കണം. ഇത് 3 പാടില്ല എന്നതല്ല. എന്നാൽ നിങ്ങളുടെ സെലക്റ്റിൽ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മൂല്യം നൽകേണ്ടത്, നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത് മതബോധമുള്ള പെൺകുട്ടിയെയാകണം. തെരിബത്യത, നിങ്ങളുടെ കയ്യിൽ കുറച്ചധികം മണ്ണ് പുരണ്ടാലും ശരി, നിങ്ങൾ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ അത് വിജയമായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നല്ല മക്കൾ ഉണ്ടാകാനുള്ള ആഗ്രഹം വിവാഹം കഴിക്കുന്നതിന്റെ മുൻപ് തന്നെ ചെറുപ്പക്കാർ ചിന്തിക്കണം. വിവാഹം കഴിപ്പിക്കുന്നതിന് മുൻപ് തന്നെ മാതാവും പിതാവും ചിന്തിക്കണം. വിവാഹം കഴിപ്പിച്ചൊരു വീട്ടിലേക്ക് അയക്കുന്നതിന്റെ മുൻപ് തന്നെ ആ ചെറുപ്പക്കാരന്റെ മതബോധം എന്താണ് എന്നത് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും വേണം. അല്ലെങ്കിൽ ഒന്നാമത്തെ നല്ല മക്കൾ ഉണ്ടാകുക എന്നതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ പരാജയപ്പെട്ടു എന്നതാണ്. രണ്ടാമത്തേത് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു 3 പ്രാർത്ഥനകൾ. ആ 3 പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന പ്രാർത്ഥനകളാണ്. ലാ ശക്ക ഫീഹിന്ന, അതിലൊരു സംശയവുമില്ല. ഏതാണ് ആ 3 പ്രാർത്ഥനകൾ? ഒന്ന്, അക്രമത്തിന് വിധേയരായ ആളുകൾ, അനീതിക്ക് വിധേയരായ ആളുകൾ, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് കുറച്ചു വൈകിയിട്ടാണെങ്കിലും ശരി അള്ളാഹു ഉത്തരം നൽകും. രണ്ടാമത്തേത് യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. ദീർഘദൂരം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രയാസപ്പെട്ട യാത്രാക്ലേശം മൂലം ഒരു വിശ്വാസി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. മൂന്നാമത്തേത് ദഅവത്തുൽ വാലിദി അലാ വലദിഹി, മാതാപിതാക്കളുടെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതോടുകൂടെ,
മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതോടുകൂടെ തന്നെ, മക്കളുടെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നതോടുകൂടെ തന്നെ നമ്മുടെ നമസ്കാരത്തിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമയം നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നതാണ്. അപ്പോൾ മക്കൾ നന്നാകാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി മതം പഠിപ്പിക്കുന്ന ഒന്നാണ് മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നതാണ്. പ്രാർത്ഥന മാത്രം മതിയോ? പ്രാർത്ഥന മാത്രം പോരാ. മക്കളുടെ കാര്യത്തിൽ മക്കൾക്ക് തർബീയത്ത് നൽകണം. തർബീയത്ത് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരർത്ഥം തക്വീൻ എന്നതാണ്, അല്ലെങ്കിൽ തൻശിഅത്ത് എന്നതാണ്. തക്വീൻ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുക എന്നതാണ്. മക്കളെ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം. അത് രൂപപ്പെട്ടു വരേണ്ട ഒന്നല്ല, മക്കൾ സ്വയം രൂപപ്പെട്ടു വരേണ്ട ഒന്നല്ല, മക്കളെ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കണം എന്നതാണ്. കാരണം 25 വയസ്സാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നൊരു ഭാഗം നമ്മുടെ തലച്ചോറിനുണ്ട്. ഈ തലച്ചോറിന്റെ മുൻവശത്തിന് പറയുന്ന പേരതാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഒരു മനുഷ്യനിൽ ഉറക്കുക, തലച്ചോറിന്റെ മുൻഭാഗം ഉറക്കുന്നത് 25 വയസ്സാകുമ്പോഴാണ് എന്നാണ്. ആ തലച്ചോറിന്റെ മുൻവശത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം ശരിതെറ്റുകളെ പൂർണ്ണമായി ഒരു മനുഷ്യന് വ്യവച്ഛേദിച്ചറിയാൻ കഴിയുന്നത് പൂർണ്ണമായി 25 വയസ്സിന് ശേഷമാണ് എന്നാണ്. അതുകൊണ്ട് മക്കൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ന്യൂജൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടുകളല്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും ശരിയായിരിക്കാം, എന്നാൽ ജീവിതത്തിൽ അനുഭവമുള്ളവർ, ജീവിതത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അവർ പറയുന്ന കാര്യം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർക്കുമ്പോഴേ തലച്ചോറുറക്കാത്ത പ്രായത്തിൽ തലച്ചോറുറച്ചവരുടെ ഉപദേശം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആ 25 വയസ്സുവരെയെങ്കിലും മക്കളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നത് മാതാപിതാക്കളുടെ ധർമ്മമാണ്, അവരുടെ ബാധ്യതയാണ്, അവരുടെ കടപ്പാടാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ, നമ്മുടെ ചെറുപ്പത്തിന്റെ ചിന്തകളെ കുറിച്ച്, നമ്മുടെ ചെറുപ്പത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ച്. ഞാൻ എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഹോട്ടലിൽ നിൽക്കാൻ വേണ്ടി പോവുകയാണ് എന്ന്. ഹോട്ടലിൽ നിൽക്കുന്നത് ഒരു മോശം ജോലിയല്ല, എന്നാൽ എന്റെ ജീവിതത്തിലെ ആ സമയത്തെ ഒരാഗ്രഹമായിരുന്നു അത്. പിതാവില്ലാതെ വളർന്നു, സ്വന്തമായി വരുമാനം വേണമെന്ന ആഗ്രഹമുണ്ടായി. ആ എന്ന് പോലും മലയാളത്തിൽ എഴുതാനറിയാത്ത എന്റെ മാതാവ് പറഞ്ഞു, ആ ജോലിക്ക് നീ പോകില്ല എന്ന്. ആ ജോലിക്ക് അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ ജോലി എന്തായിരിക്കും? ഒന്നാലോചിച്ചു നോക്കൂ. ഇങ്ങനെ ഓരോരുത്തർക്കും ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടാകും, ആ കാലഘട്ടത്തിലെ വലിയ സംഭവങ്ങൾ ഉണ്ടാകും, ആ കാലഘട്ടത്തിൽ വലിയ കാര്യമാണ് എന്ന് വിചാരിച്ചതുണ്ടാകും. എന്നാൽ പല ആഗ്രഹങ്ങളും മാതാപിതാക്കൾ തിരുത്തി നമ്മെ നേരിന്റെ വഴിയിലേക്ക് നമ്മെ നയിച്ചു. അങ്ങനെ നയിക്കേണ്ടവരാണ് ഞങ്ങൾ എന്ന ബോധം മക്കൾക്കും, അങ്ങനെ നയിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് ഞങ്ങൾ എന്ന ബോധം മാതാപിതാക്കൾക്കും ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് മക്കളെ രൂപപ്പെടുത്തിയെടുക്കണം. ഒരു ചെടി നാം നട്ടുപിടിപ്പിച്ചാൽ അതിന് വെള്ളമൊഴിക്കണം, അതിന് വളമിട്ട് കൊടുക്കണം, അതിന്റെ കളകൾ പറിച്ചു മാറ്റണം. അതെന്താണ്? നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ ചെടിയാകാൻ, അതിൽ കായകൾ ഉണ്ടാകാൻ, അതിൽ ഫലങ്ങൾ ഉണ്ടാകാൻ അത് നട്ടുപിടിപ്പിച്ചയാൾക്ക് വളരെ കൃത്യമായി ആ വിഷയത്തിൽ ബോധ്യമുണ്ടാകും. അതിനേക്കാൾ വലിയ ബോധ്യം തങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകണം എന്നത് മതം പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കുറെ ആഗ്രഹങ്ങളുണ്ട്, കുറെ ചിന്തകളുണ്ട്. നമ്മുടെ മക്കൾ ഇങ്ങനെയാകണം എന്ന് വിചാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി മാതാപിതാക്കൾ എന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടത്, ആ വിഷയങ്ങളിലെല്ലാം നമ്മുടെ മക്കൾക്ക് നാം മാതൃകയുള്ളവരാകണം. നമുക്ക് ആഗ്രഹമുണ്ടാകും, എന്റെ മകൻ, എന്റെ മകൾ ഏത് സ്ഥലത്തെത്തിയാലും, ഏത് പ്രദേശത്തെത്തിയാലും, ഏത് വിശ്വാസ സംഹിതകളുടെ ഇടയിൽ അകപ്പെട്ട് കഴിഞ്ഞാലും പതറാത്ത, ഇളകാത്ത, ഏകദൈവ വിശ്വാസമുള്ള, ശിർക്ക് ചെയ്യാത്ത, ബഹുദൈവാരാധനയിലേക്ക് പോകാത്ത മകനാകണം, മകളാകണം എന്ന ചിന്തയും ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ ആദ്യം അതിന്റെ റോൾ മോഡലാകേണ്ടത് നമ്മളാണ്. നമ്മൾ റോൾ മോഡലാകണം. നമ്മൾ ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആളുകളാകണം. നമ്മൾ ശിർക്കുമായി സന്ധി ചെയ്യാത്ത ആളുകളാകണം. നാം ബിദ്അത്തുമായി അടുക്കാത്ത ആളുകളാകണം.
കാലവും അതിന്റെ മുന്നോട്ടുള്ള പോക്കും അതിന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളും ഏത് തരത്തിൽ കടന്നു വന്നാലും അടിപതറാത്ത ആദർശത്തിൽ നാം ഉറച്ചു നിന്നാൽ നമ്മുടെ മക്കൾ ആ വഴി സ്വീകരിക്കും. നമുക്കാഗ്രഹമുണ്ടാകും, എന്റെ മക്കൾ 5 വക്ത് നമസ്കരിക്കണം, എന്റെ മക്കൾ 5 വക്ത് നമസ്കരിക്കണം. അതിനെന്ത് ചെയ്യണം? മാതാപിതാക്കൾ റോൾ മോഡലാകണം. സുബഹിക്ക് പള്ളിയിലേക്ക് വരുന്ന ഒരു പിതാവാകാൻ ഒരു ഉപ്പക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ നമസ്കരിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. അത് റോൾ മോഡലാണ്. 10 വയസ്സുള്ള ഒരു ആൺകുട്ടി തന്റെ വീട്ടിലുണ്ടെങ്കിൽ അവനെ വളരെ സ്നേഹത്തോടെ തട്ടി വിളിച്ച് നമുക്ക് പള്ളിയിലേക്ക് പോകുകയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പിതാവ്, അങ്ങനെ മകനെ തന്റെ കൂടെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പിതാവ്, ആ പിതാവിനെ തന്റെ മകൻ 5 വക്ത് കൃത്യമായി നമസ്കരിക്കണമെന്ന ആലോചനക്കും ചിന്തയ്ക്കും ആ പിതാവിനെ അർഹതയുള്ളൂ. എന്റെ മക്കൾ നല്ല സംസ്കാരമുള്ളവരാകണം. എന്റെ മക്കൾ ഇസ്ലാം എന്നത് ജീവിതത്തിൽ അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാകണം. അത് വെറുതെയല്ല. ഇസ്ലാം എന്നത് അഭിമാനത്തോടുകൂടി നോക്കിക്കാണാൻ മാത്രം കഴമ്പുള്ള ഒരാദർശമാണ്, ഒരു പ്രത്യയ ശാസ്ത്രമാണ്, ഒരു വിശ്വാസ സംഹിതയാണ്. അതുകൊണ്ട് എന്റെ മക്കളും അങ്ങനെയാകണം. മതനിരാസത്തിന്റെ, മതനിഷേധത്തിന്റെ, ദൈവവിശ്വാസത്തിന്റെ എല്ലാം ചോയ്സും വ്യക്തി സ്വാതന്ത്ര്യവുമായി കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ മക്കൾക്ക് ഇസ്ലാമിക സംസ്കാരം ഉണ്ടാകണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആ ഇസ്ലാമിക സംസ്കാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക വേഷവിധാനം എന്നത്. ഇസ്ലാമിലെ വേഷവിധാനം എന്നത്, ആ വേഷവിധാനം കല്യാണത്തിനാണെങ്കിലും സൽക്കാരത്തിനാണെങ്കിലും പൊതുചടങ്ങിനാണെങ്കിലും ധരിക്കുന്ന ഒരു ഉമ്മയെ ഒരു പെൺകുട്ടി കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി കൊണ്ട് ആ മൂല്യം മക്കളിലേക്ക് കടന്നു വരും. എന്റെ മക്കൾ നല്ല സ്വഭാവമുള്ള ആളുകളാകണം, നല്ല സ്വഭാവമുള്ളവരാകണം. അതിന് മാതാപിതാക്കൾ നല്ല സ്വഭാവമുള്ളവരാകണം. പല സ്വഭാവമുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകും. എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ പുറത്തു കൊടുക്കണം. എന്നാലും ആളുകളുടെ മനസ്സിൽ ഈർഷ്യതയുള്ള, പ്രവാചകൻ പറഞ്ഞത് മുസ്തറാഹം മിൻഹു, ചില ആളുകളൊക്കെ മരിച്ചുപോയാൽ അവർ സമൂഹത്തിനൊരാശ്വാസമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ആ തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും. എവിടെ പോയാലും പ്രശ്നം, എവിടെ പോയാലും മനുഷ്യരുടെ ന്യൂനത കാണുന്നവർ, എവിടെ പോയാലും ഒന്നിന്റെ കുറ്റം ചെയ്യുന്നവർ, എല്ലാ മനുഷ്യരെയും പരിഹസിക്കുന്നവർ, ഞാനാണ് പൂർണ്ണനാണെന്ന് വിചാരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക്, അത് കണ്ടു വളരുന്നവർക്ക് അതേ സ്വഭാവമുള്ള മക്കളാണ് ഉണ്ടാകുക. അതുകൊണ്ട് നല്ല സ്വഭാവത്തിന് മാതാപിതാക്കൾ മാതൃകയുള്ളവരാകണം. എന്റെ മകൻ അവന്റെ എല്ലാ പ്രായത്തിലും എന്നെ ആദരിക്കണം, അവന്റെ 5-ാം വയസ്സിൽ ആദരിക്കണം, 15-ാം വയസ്സിൽ ആദരിക്കണം, അവന്റെ വിവാഹശേഷം ആദരിക്കണം, അവന് 2 മക്കളായാൽ എന്നെ ബഹുമാനിക്കണം, എനിക്ക് പ്രായമായി എന്നെ താങ്ങിക്കൊണ്ടുപോകുന്ന സമയത്തും എന്നെ ബഹുമാനിക്കണം. അതിനെന്ത് ചെയ്യണം? നാം നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കണം, നാം അവരോട് മാന്യമായി പെരുമാറണം, നാം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, നാം അവരുടെ മരുന്നും ഗുളികയും എടുത്തു കൊടുക്കണം, നാം വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവരോട് സലാം പറഞ്ഞിറങ്ങണം. ഇത് കാണുകയാണ് ഒരു കുട്ടി, ഇത് അനുഭവിക്കുകയാണ് ഒരു കുട്ടി. അങ്ങനെയായാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളാകാൻ സാധിക്കും. എന്റെ മകൻ നല്ലവണ്ണം പഠിക്കണം. ജനിക്കുമ്പോൾ തന്നെ ആരും IAS ആകുന്നില്ല, ആരും ISF ആകുന്നില്ല, ആരും ഡോക്ടറും എഞ്ചിനീയറും ആകുന്നില്ല. അതൊരു വളർത്തലാണ്. അതെന്താണ്? പല മാതാപിതാക്കൾക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടി 5-ലാണോ 6-ലാണോ 7-ലാണോ എന്നുപോലും അറിയാത്തവർ ഈ 2024 സമൂഹത്തിലുണ്ട്. ആലോചിച്ചു നോക്കൂ, അതുപോലും അറിയില്ല. 3 മക്കളാ ഉള്ളത്. വലിയവൻ ഏത് ക്ലാസ്സിലാ? 6-ലാ 7-ലാ? അറിയൂല. ബാപ്പക്ക് അറിയൂല. ബാപ്പ വഴിക്കന്നെ വരൂല. മക്കളെ കുറിച്ച് അന്വേഷിക്കുകയേയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര പ്രണയ നൈരാശ കൊലപാതകങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. 5 ദിവസം മുൻപാണ് നടന്നത്. താമരശ്ശേരിയിലുള്ള 2 ചെറുപ്പക്കാർ, ഒന്ന് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ബാലുശ്ശേരിയിലുള്ള ഒരു വീട്ടിൽ ഒരാഴ്ചയോളമായി അവർ തൂങ്ങി മരിച്ച് അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ആളുകൾക്ക് അനുഭവപ്പെട്ടപ്പോഴാണ് അന്വേഷിച്ചത്. ആ മരണപ്പെട്ടതിൽ ഒന്ന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. നമുക്ക് 13 വയസ്സുള്ള പെൺകുട്ടികളില്ലേ? നമുക്ക് 15 വയസ്സുള്ളവരില്ലേ? നമുക്ക് 17 വയസ്സുള്ളവരില്ലേ? അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളില്ലേ? അവിടെ നമ്മൾ അറിയുന്ന അധ്യാപകരില്ലേ? ആളുകൾ കാണും, സലാം പറയും,
പിരിഞ്ഞു പോകും. എല്ലാവരുടെയും ധാരണ ഞങ്ങളുടെ മക്കൾ വളരെ ഉഷാറാണ് എന്നതാണ്. ഒന്ന് ചോദിച്ചാൽ, ഒന്ന് സലാം പറഞ്ഞ് എന്റെ മകൾ എങ്ങനെയുണ്ട്, എന്റെ മകൻ എങ്ങനെയുണ്ട് എന്നൊരു 2 ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്നവ എത്ര അധ്യാപക സമൂഹത്തിലുണ്ട്? ചോദിക്കൂല, പറയൂല, അന്വേഷിക്കൂല. അത് കുറവാണ്. അവസാനം തൂങ്ങി മരിച്ചു കഴിയുമ്പോ ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോയി കഴിഞ്ഞാൽ കരയുന്ന കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് പഠനത്തെക്കുറിച്ച് വളരെ കൃത്യമായ അന്വേഷണങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തുണ്ടാകേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നമ്മിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് അനുഭവിക്കുന്ന അവരുടെ കാഴ്ച, അവരുടെ കേൾവി, അവരുടെ അനുഭവം അത് നന്നാകണം. നമ്മുടെ മക്കൾ നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് കാണുന്ന കാഴ്ച അത് നന്നാകണം. അവരുടെ കേൾവി അത് നന്നാകണം. അവരുടെ അനുഭവം അത് നന്നാകണം. രാത്രി വീട്ടിലേക്ക് വന്ന് സ്വന്തം ഭാര്യയെ മർദ്ദിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ഭർത്താവ്, അയാളുടെ 2 മക്കൾ നന്നാകുമെന്ന് വിചാരിക്കേണ്ട. കാരണം ആ കുട്ടിക്ക് കയ്യുറക്കാത്തത് കൊണ്ടാണ്, എന്റെ ഉപ്പയെ അടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ നോക്കി നിൽക്കുന്നത്. ആരോഗ്യമായാൽ ആ അടിക്കുന്ന കയ്യിന് ആ കുട്ടി പിടിക്കും. കാരണം എന്താ? സ്വന്തം മാനാണ് തല്ലുന്നത്. കുട്ടി നന്നാവൂല. ചെറിയ കാരണത്തിന് പച്ചത്തെറി സ്വന്തം ഭാര്യയെ വിളിക്കുന്ന ഭർത്താക്കന്മാർ, അവിടെ ഒരു കുട്ടി നന്നാവൂല. തന്റെ ഭർത്താവിനെ അനുസരിക്കാതെ, എന്തു പറഞ്ഞാലും കേൾക്കാതെ, യാതൊരു നിലയും വിലയും കൊടുക്കാതെ ഒരു ഭർത്താവിന് വീട്ടിൽ ഒരു ഭാര്യ ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ അവിടെ ഒരു കുട്ടി നന്നാകാനുള്ള അവസ്ഥ വളരെ കുറവാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു പിതാവ് വന്നു. യസ്കു ഇലൈഹി ഉഖൂക ഇബ്നിഹി, മകനെ കുറിച്ചുള്ള പരാതിയാണ് പറയുന്നത്. മകനെ വിളിച്ചു, ചോദിച്ചു, മോനെ നീ എന്താണ് ഉപ്പയെ അനുസരിക്കാത്തത്? മകൻ ചോദിച്ചു, അല്ലയോ ഖലീഫ, ഈ മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല ബാധ്യതയും ഉണ്ടോ? ഉണ്ട്. എന്താണത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ യൻതഖി ഉമ്മഹു, നല്ല ഒരു ഉമ്മയെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നതാണ്. ഇല്ല, എന്റെ ഉമ്മ നല്ലതല്ല. അൻ യുഹ്സന ഇസ്മഹു, നല്ല ഒരു പേര് വിളിക്കുക എന്നതാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഒരർത്ഥവും അറിയാത്ത പേരുകളാണ്. ആ കുട്ടി പറഞ്ഞു, എന്റെ പേര് ജ്വൽ എന്നാണ്, കരിവണ്ട് എന്നർത്ഥം വരുന്ന, ബാത്റൂമിലൊക്കെ കാണുന്ന കരിവണ്ട് എന്നർത്ഥം വരുന്ന ഒരു പേരാണ് എനിക്ക് വിളിച്ചിട്ടുള്ളത്. വയുഅല്ലിമുഹുൽ കിതാബ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. ഇന്നുവരെ എന്റെ ഉപ്പ, എന്റെ ഒരു ഉമ്മ ഒരു ഹറഫ് പോലും ആ ഖുർആനിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത് മക്കൾക്ക് നാം മാതൃകയുള്ളവരാകുക എന്നതാണ്. നമ്മുടെ അഭിനയം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നവരാണ് മക്കൾ. 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ തന്റെ പിതാവിന്റെ ഫോണിൽ ഉപ്പ എന്ത് കാണുന്നു എന്നത് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയുന്ന പ്രാപ്തിയുള്ള മക്കളാണുള്ളത്. ഉമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോകുന്ന മെസ്സേജുകൾ എന്താണ് എന്ന് തപ്പിയെടുക്കാൻ കഴിയുന്നവരാണ് മക്കൾ. അവരതെങ്ങനെ മിണ്ടാതെ നിൽക്കും മോശമാണെങ്കിൽ. എന്നിട്ടൊരു കാലം വരുമ്പോ അവർ അതിനെ അനുകരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ മക്കൾക്ക് മാതൃകയാകുന്ന തരത്തിൽ മാതാപിതാക്കൾ മാറുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. മഴയുടെ ദൗർലഭ്യവും ശക്തമായ ചൂടും നാം അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ പ്രയാസങ്ങളും അതുപോലെ തന്നെ ഈ ചൂടിന്റെ ആധിക്യം കാരണത്താലുള്ള മരണങ്ങളുമൊക്കെ നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയാണ്. മഴയുടെ കുറവ്, അതിൻ്റെ ഭൗതികമായ ഒരുപാട് കാരണങ്ങളുണ്ട്. മതപരമായ ആത്മീയമായ ചില കാരണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വിധേയരാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 2 എണ്ണം വലം യംഖുസു അൽ മിക്യാല വൽ മീസാന, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു സമൂഹം ഉണ്ടായാൽ, ചുരുക്കത്തിൽ ആളുകളെ പറ്റിച്ചുകൊണ്ട് ആളുകളുടെ സമ്പത്ത് അടിച്ചുമാറ്റുന്ന, ആളുകളെ ചൂഷണം ചെയ്യുന്ന,
ആളുകളെ തങ്ങളുടെ സാമർത്ഥ്യത്താൽ അവരുടെ സമ്പത്ത് എങ്ങനെയെങ്കിലും തങ്ങളിലേക്ക് വരുത്തുന്ന ഒരു സമൂഹമുണ്ടായാൽ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, വരൾച്ച കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ പരീക്ഷിക്കുമെന്നാണ്. വശിദ്ദത്തുൽ മുഊനത്തി, പട്ടിണിയും ദാരിദ്ര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. വജൗരി സുൽത്താനി അലൈഹിം, സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളെ കൊണ്ട് അവരെ പരീക്ഷിക്കുകയും ചെയ്യുമെന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു താളപ്പിഴവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, മനുഷ്യരെന്ന നിലക്ക് അള്ളാഹു വിവിധങ്ങളായ സാമർഥ്യങ്ങളാണ് ഓരോ ആളുകൾക്കും നൽകിയിട്ടുള്ളത്. ആ സാമർഥ്യം എന്നത് ഹലാലായി സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഒരു മനുഷ്യൻ അതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു മനുഷ്യനെ അവന്റെ സാമർഥ്യത്താൽ പറ്റിക്കുകയും ചൂഷണം ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ അവിടെ വരൾച്ച കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുമെന്നാണ്. വലം യംനഉ സകാത്ത് അംവാലിഹിം, സകാത്ത് നൽകുന്നത് നിങ്ങൾ തടഞ്ഞു വച്ചാൽ ഇല്ലാ മുനിഉ അൽ ഖത്ര മിനസ് സമാ, ആകാശത്തു നിന്നുള്ള മഴത്തുള്ളിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറവ് വരുത്തുമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂഹിലെ ഒരായത്ത് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത്, മനുഷ്യരാണ്, തെറ്റുകളും അപാകതകളും ഒക്കെ സംഭവിക്കും. അതുകൊണ്ട് മഴ ലഭിക്കാൻ വഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പാപമോചനം നടത്തിയാൽ, റുസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അല്ലാഹു വെള്ളമിറക്കി നൽകും, അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകും, അല്ലാഹു നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പാപമോചന പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹ് എന്ന പ്രാർത്ഥന മഴയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വളരെ ആത്മാർത്ഥമായ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ സ്ഖിനാ ഗൈതൻ മുഗീത മരീഅൻ മുരീഅ നാഫിഅൻ ഗൈറ ളാലിൻ ആജിലൻ ഗൈറ അജലിൻ, അല്ലാഹുമ്മ അല്ലാഹുവേ സ്ഖിനാ ഗൈതൻ മുഗീത, ഞങ്ങൾക്ക് സമൃദ്ധമായ മഴ നീ വർഷിപ്പിച്ചു തരണം റബ്ബേ. മരീഅൻ മുരീഅ, ഞങ്ങൾക്ക് ആശ്വാസത്തിന്റെ മഴ, സുഖപ്രദമായ മഴ. നാഫിഅൻ ഗൈറ ളാലിൻ, ഉപകാരമുള്ള മഴ, ആ മഴ കൊണ്ടൊരു ഉപദ്രവമില്ലാത്ത ഉപകാരപ്രദമായ മഴ. ആജിലൻ ഗൈറ അജലിൻ, അല്ലാഹുവേ നീട്ടി അവധി വെക്കാതെ വളരെ പെട്ടെന്ന് ആ മഴയെ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരണം റബ്ബേ എന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിക്കണം. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്ഖിനാ അല്ലെങ്കിൽ അല്ലാഹുമ്മ അഗിത്നാ എന്നെങ്കിലും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ്. അതും കഴിയില്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായി പാപമോചനത്തിന്റെ പ്രാർത്ഥനയും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ സന്ദർഭത്തിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനസ്സിൽ തട്ടിക്കൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ നാം സൂചിപ്പിച്ചു. നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി കുറെ പ്രോഗ്രാമുകൾ, പഠന ക്ലാസുകൾ നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. 6, 7, 8, 9 തീയതികളിൽ എടക്കര നമ്മുടെ പാലാട് ഗൈഡൻസിൽ വെച്ചുകൊണ്ട് രാവിലെ 8:30 മുതൽ 10:30 വരെ 8ാം ക്ലാസ് മുതലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി മതപരമായ ബോധനം നൽകുന്ന ക്ലാസുകൾ നടക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽപ്പക്കക്കാർ, ഗുരുനാഥന്മാർ, മുസ്ലിം സഹോദരങ്ങൾ, അവരെയും നമ്മയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായി പ്രയാസപ്പെടുന്നവർ അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ തിന്മയിലേക്ക് വഴുതിപ്പോകുന്ന സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ, സന്ദർഭങ്ങൾ അങ്ങനെയുള്ളവ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അല്ലാഹുവേ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضاد عاجلا غير أجل. اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضاد عاجلا غير أجل. اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضاد
عاجلا غير أجل ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.